വെയിൽ കൊണ്ടിട്ടാണോ അല്ലയോ എന്ന് അറിയില്ല. കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്, കുറച്ച് ഫെയർ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് അവർക്ക് അറിയാവുന്ന അവർക്ക് അവരുടെ സ്കിന്നിൽ വരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമായിരിക്കും നമ്മുടെ ഫേസിൽ ഇങ്ങനെ ചെറിയ 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 ഡോട്ട് ഡോട്ട് ആയിട്ട് ഒരു ബ്രൗൺ കളറിൽ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഡാർക്ക് സ്പോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. സോ അതിന് എല്ലാവരും നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കും, അതിനെന്താ ചെയ്യേണ്ടത്, അതെന്താ അങ്ങനെ വരുന്നത്, ഇത് ചെറുതായിട്ട് വന്നിട്ട് പിന്നെ സ്പ്രെഡ് ആവുകയാണ് അല്ലെങ്കിൽ അത് വലുതാവുകയാണ്, അതിനെന്താ ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പൊ അതിന് ഒരു ഭയങ്കര ഒരു ലെവലിലേക്ക് വരുന്നതിന് മുൻപ് നമുക്ക് അതിനെ ഹൈപ്പർ പിഗ്മെന്റേഷൻ എന്ന് വിളിക്കാം. അതിനുശേഷം അത് മെലാസ്മ എന്ന് പറഞ്ഞിട്ട് കൈമംഗല്യം എന്നൊക്കെ പറഞ്ഞ ആ ഒരു സ്റ്റേജിലേക്ക് പോകും. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമ്മുടെ ആക്നി വന്നതിന്റെ പാടുകള്, പിമ്പിൾസ് വന്നതിന്റെ പാടുകള്, ചുമ്മാ നമ്മളെ കൊതുക് അടിക്കുമ്പോൾ വരുന്ന പാടുകൾ വരെ നമ്മുടെ ഫേസിൽ ഇങ്ങനെ വിസിബിൾ ആയിട്ട് കിടക്കുന്നുണ്ടാവും. അപ്പൊ ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ടും നമ്മുടെ പിഗ്മെന്റേഷൻ മാറാൻ വേണ്ടിയിട്ടും നമ്മുടെ സ്കിന്ന് വന്നിട്ടൊന്ന് ഈവൻ സ്കിൻ ടോൺ ആവാനും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറമാണ് ഞാൻ നിങ്ങൾക്ക് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് വന്നിട്ട് ഫോക്സ്ടെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡാണ്. ഈ ബ്രാൻഡിന്റെ തന്നെ ഞാനിപ്പോൾ ഇതൊരു മൂന്നാമത്തെ പ്രൊഡക്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഇവരുടെ സൺസ്ക്രീൻ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, അത് അടിപൊളിയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇവൻ ഞാൻ അതിന്റെ റിവ്യൂ ചെയ്യും എന്ന് എനിക്ക് തോന്നുന്നില്ല, ബിക്കോസ് ആ പ്രൊഡക്റ്റ് ഓൾറെഡി തീർന്നു, കാരണം എൻ്റെ കയ്യിൽ അതില്ല, അത് പിന്നെ അത് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അത് നല്ലതായിരുന്നു. ദെൻ ഈ ഒരു ഫോക്സ്ടെയിലിന്റെ ഇത് വന്നിട്ട് റാപ്പിഡ് സ്പോട്ട് റിഡക്ഷൻ ഡ്രോപ്സ് ആണ്. ഇത് അടിപൊളിയാണ് കേട്ടോ. ഇത് മിൽക്കി വേ ആണ് ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് പറയാൻ വേണ്ടി പറ്റുന്നത്. ഇതുപോലെ ഒരു പിങ്ക് പാക്കേജിലാണ് ഈ സാധനം വരുന്നത്. അപ്പൊ ഇതിന്റെ പാക്കേജിംഗ് ഒക്കെ അടിപൊളിയാണ്. അതുപോലെ തന്നെ ഞാനിതിപ്പോ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് തന്നെ കൂട്ടിക്കയറ്റി വെച്ചതാണ്, എടുക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. നോർമൽ പാക്കേജിങ് കാര്യങ്ങളെല്ലാം ആണ്. കണ്ടോ, ഭയങ്കര ക്യൂട്ടായിട്ട്, എനിക്ക് ഈ പിങ്ക് കളർ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഭയങ്കര ക്യൂട്ടായിട്ടാണ് എനിക്കൊരു ഈ ഒരു ബോട്ടിലിനെ ഫീൽ ചെയ്തത്. കണ്ടോ, മൊത്തത്തിലൊരു വെറൈറ്റി ഉണ്ട് ഇവരുടെ എല്ലാ സാധനങ്ങൾക്കും. ഇവരുടെ ഈ ഒരു വെറൈറ്റി ഉണ്ട്. ഏതെങ്കിലും ഒരു കളർ ടോൺ ബേസ് ചെയ്തിട്ടായിരിക്കും ഇവർ മൊത്തത്തിൽ പോയേക്കണേ, ഒന്നെങ്കിൽ പിങ്ക് അല്ലെങ്കിൽ ഓറഞ്ച്, അങ്ങനെ അങ്ങനെ. അപ്പോ ഇതാണ് ഇവരുടെ ഫോക്സ്ടെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മിൽക്കി വേ സെറം എന്ന് പറയുന്നുണ്ടോ. ഇത് ഇങ്ങനത്തെ കണ്ടോ, അതുപോലെ ഇരിക്കും. എന്താണ് ഇതിന്റെ പ്രത്യേകത? ഇതിന്റെ ടെക്സ്ചർ ഒക്കെ പറയാൻ വേണ്ടിയിട്ട് എന്റെ കയ്യിൽ നെയിൽ പോളിഷ് ഒക്കെ നിങ്ങളൊന്ന് എക്സ്ക്യൂസ് ചെയ്യണം, എനിക്ക് സമയം കിട്ടുന്നില്ലതാ. ഓക്കെ, ഇങ്ങനെ ജസ്റ്റ് ഇതേ ഈ ഒരു ഡ്രോപ്പ് ഞാൻ എടുത്തു. എന്നിട്ട് നമ്മളിത് ഇങ്ങനെ ഇങ്ങനെ കണ്ടോ, ഇത് അപ്ലൈ ചെയ്തത് പോലും ആക്ച്വലി നമുക്ക് മനസ്സിലാവില്ല. ഇറ്റ്സ് വെരി നാച്ചുറൽ. ഭയങ്കര ഒരു ലൈറ്റ്, വളരെ ലൈറ്റ് ആയിട്ട് നമ്മളൊന്ന് നല്ലപോലെ സ്മെല് ചെയ്ത് മാത്രമാണ് ഇതിന്റെ ഒരു മണമുണ്ട് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സോ നിങ്ങൾക്ക് കോസ്മെറ്റിക്സിലൊക്കെ ഇങ്ങനത്തെ പ്രൊഡക്ട്സുകളിലൊക്കെ ഇങ്ങനെ മണം ഒന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് യൂസ് ചെയ്തിട്ട് സ്മെൽ അങ്ങനെ ഒന്നുമില്ല. ഇതിന്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് മനസ്സിലാവുന്നത്, എനിക്ക് ഡാർക്ക് സ്പോട്ട് ഉണ്ടായിരുന്നു, നല്ല രീതിക്ക് കുറയുന്നുണ്ട് ഡാർക്ക് സ്പോട്ട്. അത് ഭയങ്കരമായിട്ട് നമുക്ക് വിസിബിൾ ആകും. സോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ സാധനം വാങ്ങിക്കാം കേട്ടോ. അപ്പൊ ഇതിനകത്ത് ഇവർ ക്ലെയിം ചെയ്യുന്നത് റെഡ്യൂസ് മാർക്ക് ആൻഡ് ഹൈപ്പർ പിഗ്മെന്റേഷൻ, ഈവൻ ഔട്ട് സ്കിൻ ടോൺ, അതായത് നിങ്ങളുടെ